ബഹ്റൈനിൽ നിന്നും വത്തിക്കാനിലേക്ക് വിമാനമാർഗമുള്ള മടക്കയാത്രയിൽ നിർണായക വിഷയങ്ങളിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ച ഫ്രാൻസിസ് പാപ്പ. സ്ത്രീകളുടെ അവകാശങ്ങൾ, കുടിയേറ്റം, യുദ്ധം, കുട്ടികളുടെ ചൂഷണം, ജർമ്മൻ സഭയിലെ പ്രതിസന്ധികൾ എന്നിവ മുഖ്യ ചർച്ചാ വിഷയങ്ങളായി. ബഹ്റൈൻ യാത്രയിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് രാജ്യത്തിന്റെ തുറവിയും വൈവിധ്യങ്ങളെ മാനിക്കുന്നതും സ്വാതന്ത്ര്യം കൽപ്പിക്കപ്പെടുന്നതുമായ നിലപാടുകളാണെന്ന് പാപ്പ വ്യക്തമാക്കി. സ്ത്രീകളുടെ അവകാശങ്ങൾക്കായുള്ള പോരാട്ടം തുടരുകയാണെന്ന് ഇറാനിലെ പ്രക്ഷോഭങ്ങളെ വിലയിരുത്തി അഭിപ്രായപ്പെട്ട പാപ്പ, സ്ത്രീകളെ പൊതുവേദികളിൽ നിന്ന് അകറ്റി നിർത്തുന്ന പ്രവണത സമൂഹത്തെ അധോഗതിയിലേക്ക് നയിക്കുമെന്നും വ്യക്തമാക്കി. തുല്യ അവകാശങ്ങളും തുല്യ അവസരങ്ങളും സ്ത്രീകൾക്കും നൽകപ്പെടുന്നിടത്താണ് സാമൂഹിക ക്ഷമത കൈവരുന്നത് എന്നും പാപ്പ പറഞ്ഞു. റഷ്യ-യുക്രൈൻ യുദ്ധത്തെപ്പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് റഷ്യൻ ജനതയും യുക്രൈൻ ജനതയും തനിക്ക് ഏറെ പ്രിയങ്കരരാണെന്നും യുദ്ധം അവസാനിപ്പിക്കാൻ പരിശുദ്ധ സിംഹാസനം നിരന്തര ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും പ്രതികരിച്ച പാപ്പ, ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തം ആയുധ വ്യവസായമാണെന്നും അഭിപ്രായപ്പെട്ടു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ലോകയുദ്ധമാണെന്നും ഒരു നൂറ്റാണ്ടിനിടയിൽ 3 ലോകയുദ്ധങ്ങൾ ഉണ്ടാകാനിടയായത് അത്യന്തം അപലപനീയമാണെന്നും പാപ്പ വിലയിരുത്തി. ജർമ്മനിയിലെ കത്തോലിക്ക സഭയിലെ വിവാദങ്ങൾ സംബന്ധിച്ച ചോദ്യത്തിന് വിശ്വാസത്തിന്റെ ചരിത്ര വേരുകളിലേക്ക് മടങ്ങുക എന്ന് പ്രത്യുത്തരിച്ച പാപ്പ, ജർമ്മനിയിൽ ഒരു ഇവാഞ്ചലിക്കൽ സഭ ഭംഗിയായി പ്രവർത്തിക്കുന്നുണ്ടെന്നും കത്തോലിക്ക സഭ അവരെ അനുകരിക്കാതെ തങ്ങളുടേതായ പാരമ്പര്യങ്ങൾ നിലനിൽക്കുകയാണ് വേണ്ടതെന്നും വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെയ്ഖന ന്യൂസ്.